ആ നശിപ്പിച്ച ഞാനല്ലല്ലോ, നിങ്ങളല്ലേ എന്നെ നശിപ്പിച്ചത്, എന്റെ ജീവിതം നശിപ്പിച്ച്. ഞാൻ തോന്നിട്ട് ജീവിതം നശിപ്പിച്ചത്. നിങ്ങൾ 6 മാസമായി ജോലിക്ക് പോയിട്ട് ഈ AC ഇവിടെ മേടിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ടോ? എടി ഈ AC മേടിച്ച് വെക്കുന്നതിന് മുമ്പ് ഞാനല്ലേ ഇവിടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അന്ന് നിങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പൊ എന്താ നിങ്ങൾ പോവാത്തെ? എന്താ പോവാത്തെ? ഇപ്പൊ പോകാൻ എനിക്ക് സുഖമില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതിന്റെ രാവിലെ മുതൽ ഈ ആക്രിക്കാരെ കിടന്ന് വിളിച്ചത് നേരം വെളുത്തപ്പോ അവിടെ കിടന്നിട്ട് ചോദിക്കാം വല്ലതും ഉണ്ടോ എന്താണ് അങ്ങനെ വിളിക്കുന്നേ? ആക്രിക്കാരൻ ഇവിടെ ഒരു ഫാൻ കെട്ടി തൂക്കിയിട്ടില്ലായിരുന്നു. അത് എന്തിനാ വെറുതെ ഇട്ട് കറക്കുന്നത്? നിന്റെ അച്ഛൻ ഇവിടെ ഈ വീട്ടിൽ കിടന്ന് കറങ്ങുന്ന പോലെ. അതിന്റെ കൂടെ കറണ്ട് ചാർജ് ഞാൻ അടക്കണ്ടേ? അതുകൊണ്ട് AC വെച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി ഫാൻ വേണ്ട. ഫാൻ ഏതെങ്കിലും ആക്രിക്കാരൻ എടുത്ത് കൊടുത്തേരെ. അതുകൊള്ളാലോ, അത് നല്ല പരിപാടിയാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് നങ്ങണോട്ടോ, ജോലിക്ക് പൊയ്ക്കൂടെ മനുഷ്യ? എല്ലാ മനുഷ്യരും ജോലിക്ക് പോകും. നിങ്ങൾക്ക് ചൂടുകൂടി കാരണം ജോലിക്ക് പോകുന്നില്ലെന്ന്. ഞാൻ ഇത്രയും നാൾ ജോലി ചെയ്തു, ഇനി എനിക്കൊന്നും സൂഹിക്കണം. അതിനാണ് ഞാൻ AC വെച്ചത്. എന്താ അങ്ങനെ പറമ്പ് കേൾക്കാലോ നിങ്ങളെ സൗന്ദര്യപ്പണക്കം. സൗന്ദര്യപ്പണക്കം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല. അതിന് ആർക്കാ ഇവിടെ സൗന്ദര്യം? അതെ, ചേട്ടന്റെ സൗന്ദര്യം ഇല്ലല്ലോ. ആവശ്യത്തിനുണ്ട്. കറണ്ട് ബില്ല് 7600 രൂപ അടച്ചോ? അടച്ചു. പിന്നെ ഈ AC-യുടെ ആദ്യത്തെ EMS ഞാൻ അടച്ചു. എന്റെ അടക്കന്നെ വേനെ EMI അടച്ച 5 ഗഡൂടെ അടച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നീ എന്നെ പണിക്ക് പോഞ്ഞേ? ഞാൻ പണിക്ക് പോകുന്നത് എങ്ങനെയാണ്? ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടായി, അതിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ എന്റെ ശരീരത്ത് പതിച്ചാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മാവ് സമാധാനം പറയുമോ? എന്റെ ദൈവമേ, അച്ഛനൊരു കാര്യം അറിയാ അച്ഛാ, ഇന്നലെ ഇവിടെ ചമ്മന്തി അരച്ച ഇങ്ങനെ മാറി മനുഷ്യ, ഇന്നലെ ഇവിടെ ചമ്മന്തി അരച്ച് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാൻ തേങ്ങ എടുത്തോണ്ട് വന്നിട്ടാ. അറിയാമോ? എടി എത്ര പട്ടിണി കിടന്നാലും കണ്ടോ വല്ലവന്റെ പറമ്പിലെ തേങ്ങ എടുക്കുന്നത് നല്ലതാണോടി? നല്ലതാണോടി? എടി നല്ലതാണോ? നല്ലതാണോ? അത് പൊതിച്ചു നോക്കിയപ്പോ നല്ലതായിരുന്നു. തിന്നാൻ ഞാനൊരു കാര്യം പറയട്ടെ അമ്മാവാ, നമ്മൾ വീട്ടിലൊരു അന്തസ്സുള്ള കാര്യമാണിത്. AC എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. നമ്മൾ 3 പേരും മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ നമ്മുടെ വീട്ടിൽ AC ഉണ്ടെന്നുള്ള വിവരം. ആണോ? വേറെ ആരും നമ്മുടെ ബന്ധുക്കൾ ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ അളിയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു വിശേഷം നടക്കുന്നെന്ന്. സൂണനെയോ? സൂണനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വിശേഷം നടക്കുന്നത്. അളിയനും കഴിഞ്ഞോട്ട് വരും. അപ്പൊ നീ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്നൊക്കെ പറഞ്ഞാൽ മതി. അയ്യോ, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ജനുവരി 17 ആണെന്ന് അവർക്ക് അറിയാം. എന്നാ ഒരു കാര്യം ചെയ്യാം, നിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാലോ? അയ്യോ, അത് ബർത്ത്ഡേ ഒക്കെ അവർക്ക് അറിയത്തില്ലേ? നീ ജനിച്ച നിന്റെ അമ്മയ്ക്ക് പോലും അറിയത്തില്ല. ഇപ്പൊ അത് അവരങ്ങ് വിശ്വസിച്ചോളൂ. അല്ല, ഇപ്പൊ ബർത്ത്ഡേ ആണെന്ന് വിശ്വസിക്കാൻ കേക്കൊക്കെ ഉണ്ടോ? അങ്ങോട്ട് നോക്കി. അയ്യോ, കേക്കൊക്കെ മേടിച്ചു വെച്ചാ? പിന്നെ നാട്ടുകാരെ അറിയിട്ടേ ഞാനും AC മേടിച്ചത്. അവനൊന്ന് അറിയട്ടെ, അതൊക്കെ ജമയല്ലേ? ഇതാരേത്? വരണം വരണം. എന്ത് ചൂടാണ് പുറത്ത്. ഇവിടെ വന്നപ്പോ ഭയങ്കര തണുപ്പ്. തന്നെ നല്ല തണുപ്പ്. ഊട്ടിച്ചിരണ പോലെ, കൊടൈക്കനാലിൽ ചിരണ പോലെ, മൂന്നാറിൽ ചിരണ പോലെ. അതല്ല അങ്ങനെ. ഇത് മൂന്നാറും കൊടൈക്കനാലും ഊട്ടിയൊന്നും അല്ലത്. അങ്ങോട്ട് ഇതെന്നാ പഴയ റേഡിയോ എടുത്ത് കമത്തി വെച്ചേക്കണേ? പഴയ റേഡിയോ പൊന്നളിയാ, അതാണ് AC. അയ്യോ, അത് നീ മേടിച്ചോ? എന്റെ ദൈവമേ, ഇനിയിപ്പോ നമുക്കും പണിക്ക് പോകണ്ട. പിന്നെ അതൊക്കെ പോട്ടെ. ഒന്നാമത്തെ കാര്യം, തിരക്കുള്ള ഒരു മനുഷ്യനാണല്ലോ. അതെ. നിങ്ങൾ അത്യാവശ്യമായിട്ട് ഇവിടെ ഞങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് കാരണം എന്താ? ഒരു ചെറിയ വിശേഷമുണ്ട്. നിങ്ങളിത് എന്തും ഭാവിച്ചായിരുന്നു? എന്തു പറ്റി? അല്ല, കൊറോണ സമയത്തൊക്കെ ഓക്കെ, അതെനിക്കും പറ്റിയിട്ടുണ്ട് 2 എണ്ണം, നിനക്കും പറ്റിയിട്ടുണ്ട് 2 എണ്ണം. മൊത്തം ഇവിടെ 4 എണ്ണം ഓടിക്കളിച്ച് നടക്കുമ്പോൾ എന്തിനും നീ അവിവേകം കാണിച്ചു. അളിയൻ എന്താ ഉദ്ദേശിക്കുന്നത്? പിന്നെ അവക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ഈ വിശേഷമല്ല. ഈ വിശേഷമല്ല. അല്ല, പിന്നെ ഏത് വിശേഷം? ഇന്നിവിടെ നിന്റെ ബർത്ത്ഡേ ധനുമാസത്തിലെ ഒപ്പനയ്ക്കാണെന്ന് എല്ലാവർക്കും അറിയാം. ധനുമാസത്തിലെ തിരുവാതിര. തിരുവാതിര, ആ തിരുവാതിരക്കാണെന്ന് എല്ലാവർക്കും അറിയാം. നീ കള്ളത്തരം പറഞ്ഞ് എന്നെ മയക്കണ്ട. ഞങ്ങൾ പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചു. അപ്പൊ ശരിക്കും ഇന്നാണ് എന്റെ ഡേറ്റ്. ബർത്ത്ഡേ ജനന സർട്ടിഫിക്കറ്റ് അല്ലേ? അല്ല, ഈ നിസ്സാര കാര്യത്തിന് എന്നെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചാ പോരെ? അല്ല, ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ കേക്കൊക്കെ മേടിച്ചളിയാ. ഒന്നാമത് എനിക്ക് ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര ധൃതി പിടിച്ച് അങ്ങോട്ട് പോകാനായിട്ടാ ഓഫീസിൽ പോണ്ടേ? ഇനിയിപ്പോ കേക്ക് കട്ട് ചെയ്യാം. ഇതാണോ കേക്ക്? ഇതാ കേക്ക്. സത്യം പറഞ്ഞ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. കേക്ക് കണ്ടപ്പോ എനിക്കൊരു തമാശ പറയാം. അയ്യോ, ഞങ്ങൾ ഇതൊന്ന് ആഘോഷിച്ചോട്ടെ. തമാശ പറയരുത്. കേക്ക് വെച്ചാൽ തമാശയല്ലേ? കേക്കട്ടെ, ഒരെണ്ണം വേണോ? വേണ്ട, നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ എനിക്ക് ഒരു ചെറിയ കൗണ്ടർ തമാശ പറയാലോ. ഞാൻ പറയട്ടെ, ഒരു കുസൃതി ചോദ്യമാണ്, ഈ സമയത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഇത്രയും വളർന്നിട്ടും അളിയന്റെ കുസൃതി മാറിയില്ല. പറയണം കേക്ക്, അത് ലയിച്ചു പോയി കിടക്കണല്ലേ. ഈ ബർത്ത്ഡേ കേക്കിൽ ബർത്ത്ഡേ എന്ന് എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതുന്നു, എന്തുകൊണ്ട് മലയാളത്തിൽ എഴുതുന്നില്ല? കുസൃതി ചോദ്യമാണ്, ചിരിച്ചു ചാകും നിങ്ങൾ. കുസൃതി ചോദ്യമാണോ? ഞാൻ ഈ കുഞ്ഞുകളിക്കൊന്നും ഇരിക്കുവല്ല. നീ വേണേ പറയടി. ഞാൻ പറയട്ടെ, എനിക്ക് കിട്ടിയ പറഞ്ഞു. ഈ കേക്കിനകത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതത്തില്ലേ, അത് ഒത്തിരി നീണ്ടുപോകും. അത് ഈ കേക്ക് കൊള്ളത്തില്ല. അല്ല, ഞാൻ തോറ്റു.
തോറ്റാ തോറ്റ്. ഞങ്ങളെല്ലാം സുല്ലിട്ട് സുല്ലിട്ടാ? സുല്ലിട്ട്. ചിരിക്കാൻ റെഡിയായിരുന്നു. ചിരിക്കാൻ പറയണേ. ഈ ബർത്ത്ഡേ കേക്കിന്റെ പുറത്ത് ഇംഗ്ലീഷ് എഴുതാതെ മലയാളത്തിൽ എഴുതി കഴിഞ്ഞാല് മലയാളത്തിൽ ഒരുപാട് ചില്ലക്ഷരം ഉണ്ടല്ലോ. ഈ ചില്ലക്ഷരം ഉള്ള കാരണം ഇത് നമ്മൾ കഴിക്കുമ്പോ ചില്ല് കൊണ്ട് നാക്കും പൊട്ടും തൊണ്ടയും പൊട്ടും ചോരയും വരും. എന്നെ കൊണ്ട് മാത്രമേ ഇതിപ്പോഴും സാധനം അടിക്കാൻ പറ്റുള്ളൂ. അയ്യോ ഇടിച്ചിട്ടുള്ളത്. അയ്യോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നെ തമാശ? വന്നാട്ടെ ഇറങ്ങിവിടെ. ഇനി പറയൂല. അസ്ഥാനത്ത് വന്ന് തമാശ പറയുന്നത് പണ്ട് ഞാൻ ഇറക്കി വിട്ടത് ഓർമ്മയില്ലേ? ഇറങ്ങി. ഇനി ഈ വീട്ടിൽ ഞാൻ കേട്ടത്തില്ല. ഇറങ്ങണോ? അങ്ങേര് മാത്രമല്ല ഈ AC റൂമിലുള്ള എല്ലാവരും ഇറങ്ങും. എന്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഇറങ്ങാൻ പറയാൻ താനാരടും? ഞാൻ ആരാണ്? 6 മാസം കൊണ്ട് ഡ്യൂ കെട്ടാത്തോണ്ട് AC ഞാൻ ജപ്തി ചെയ്യാൻ പോവുകയാണ്. ഈ പെണ്ണുമ്പിള്ളെ വിളിക്കുമ്പോ എന്ന് ഇവര് പറയാണ് ചേട്ടൻ ഉറക്കമാണ്, ചേട്ടൻ ഉറക്കമാണെന്ന്. 6 മാസം കൊണ്ട് ഉറങ്ങാൻ താനാര കുംഭകർണനാണ്? അവന് കുംഭുണ്ടെന്നേ ഉള്ളൂ. ഞാനല്ല കർണനല്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ AC കൊണ്ടുപോകാൻ പോവാണ്. എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ കമ്പനി ഒന്ന് സംസാരിച്ചോളൂ. നാളെ വൈകുന്നേരം അമ്മാവ പണി ചെയ്തിട്ട് AC-യുടെ 2ാമത്തെ ഗഡു അടച്ചിരിക്കും. അമ്മാവ പണിക്ക് പോയിട്ട് ഇയാള് പണിക്ക് പോകത്തില്ല. ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും അവസാനമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സാധിച്ചോളണം. ഞാൻ AC എടുക്കാൻ പോകും. അവസാനമായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാനിതൊന്ന് ഞെക്കി ഞാൻ ഇച്ചിരി തണുപ്പ് കൊള്ളട്ടെ. അയ്യോ കൊതി തീർന്നില്ല. വന്നതേ ഉള്ളൂ ഞാൻ. കൊതി തീർന്നില്ല. എന്റെ അളിയന്റെ AC കണ്ട് കൊതി തീർന്നില്ല എനിക്ക്. അതൊന്നും കൊണ്ടുപോകല്ലേ. അയ്യോ 6 മാസമായി പൊന്നെ കരളേന്ന് പറഞ്ഞു കൊണ്ടുപോയതാണ്. കൊണ്ടുപോകല്ലേ. മിട്ടുമോനെ, മിട്ടുമോനെ. ഇത് AC-യുടെ പേര് മിട്ടുമോനെ. എന്റെ ദൈവം 28 കെട്ടിയതാണോ ഇതിന്? അവനോട് ചോറുണ്ടോണ്ടിരിക്കുമ്പോ അവനോട് തൊട്ട് വാ വിളിക്കും. ഞാൻ എത്ര ഉരുളി അവനോട് കൊടുക്കുന്നേന്നറിയാമോ? ചുമ്മാതല്ല, അതിനകത്ത് ചിക്കന്റെ കാര്യം മീനിന്റെ മുള്ളൊക്കെ ഇരിക്കുന്നത്. അതല്ലേ പരിപാടി? ഇത് നടക്കത്തില്ല. എടുക്കല്ലേ. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക. കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? കൊണ്ടുപോകും. കൊണ്ടുപോകല്ലേ? ഞാൻ പോകും. ഇവരെല്ലാരും സങ്കടപ്പെട്ടിരിക്കുന്നതാണ്. സങ്കടം മാറ്റാൻ വേണ്ടി അളിയേക്ക് വന്നു. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. പറയലേ. ഒരു ചെറിയ തമാശ പറഞ്ഞോട്ടെ. എന്തിന്? അല്ല, നിങ്ങളെ ഈ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ചെറുത്. മനസ്സ് തണുക്കുവാണെ കേക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ ചിരിക്കാൻ റെഡി ആയിക്കോളൂ. ഞാൻ പറയട്ടെ. പെട്ടെന്ന് പറ, എനിക്കത് കൊണ്ടുപോകാനുള്ളതാ. ലോകത്തില് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലം അന്റാർട്ടിക്ക അല്ല, അല്ല, കാനഡ അല്ല, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ അല്ലെന്നേ. തോറ്റോ? തോറ്റു. ഞാൻ പറയട്ടെ. നിങ്ങളുടെ കാര്യത്തിൽ മാറ്റിക്കോ. ചിരിക്കാൻ റെഡി ആയിക്കോ. ഫ്രിഡ്ജിനുള്ളിലെ ഫ്രീസർ. അയ്യോ